കൊച്ചിയിൽ നടന്ന GST എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ പഞ്ചനക്ഷത്ര പരിശീലനത്തെ നിയമസഭയിൽ ന്യായീകരിച്ച ധനമന്ത്രി KN ബാലഗോപാൽ. അങ്ങനെയൊരു പരിശീലനം നടന്നതുകൊണ്ടാണ് കോടികളുടെ നികുതി വെട്ടിപ്പ് പിടികൂടിയതെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസത്തിന് ചെലവഴിച്ച 38 ലക്ഷത്തെക്കുറിച്ച് മന്ത്രി മിണ്ടുന്നുമില്ല. റിപ്പോർട്ട് ഫോളോ അപ്പ്. എറണാകുളത്തൊരു ഹോട്ടലിൽ ഇവർക്കൊരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരുന്നു. അന്നൊരു വലിയ വാർത്ത ടെലിവിഷനിലൊക്കെ വന്നു, ഇത് വലിയ ഹോട്ടലിൽ ഇങ്ങനെ ആർഭാടമാണ്. പക്ഷേ ഏതായാലും അത്രയും പേരെ ഒരുമിച്ച് വന്ന ആ ട്രെയിനിങ് വന്നിട്ട് വളരെ നേരത്തെ തന്നെ നോട്ടീസ് കൊടുക്കാതെ പെട്ടെന്ന് തന്നെ ആ കാര്യം നടത്തിയതുകൊണ്ടാണ് അത്രയും സ്ഥലത്ത് എത്താൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആലോചിച്ചൊരു മിന്നൽ പരിശോധന ഉണ്ടെന്ന് മുൻപേ പറഞ്ഞിട്ട് എവിടെയും പോയിട്ട് കാര്യമില്ല സർ. മെയ് മാസം കൊച്ചിയിൽ നടന്ന GST എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ പരിശീലന വാർത്ത റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. ചുരുങ്ങിയ ചെലവിൽ പരിപാടികളും ക്യാമ്പും നടത്താൻ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളെ ആശ്രയിച്ചാൽ അത് വാർത്തയാക്കുക തന്നെ ചെയ്യും. 46 ലക്ഷം രൂപ പരിശീലനത്തിനായി ആകെ ചെലവഴിച്ചതിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ താമസത്തിന് മാത്രമാണ് 38 ലക്ഷം രൂപയും. സർക്കാർ പരിപാടികളും പരിശീലനങ്ങളും സെമിനാറുകളുമെല്ലാം സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ നടത്തണമെന്നും പഞ്ചനക്ഷത്ര സൗകര്യം ഉപയോഗിക്കരുതെന്നുമുള്ള സർക്കാർ ഉത്തരവ് മറികടന്നായിരുന്നു പരിശീലനം. ഇതിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ സർക്കാർ ചെലവിൽ താമസിച്ചവരിൽ വലിയൊരു വിഭാഗം കൊച്ചിയിൽ തന്നെ താമസിച്ച് ജോലി ചെയ്യുന്നവരായിരുന്നു. ആർഭാട പരിശീലനം വാർത്തയായതോടെ ക്യാമ്പിൽ നിന്ന് ഉദ്യോഗസ്ഥരെ എത്തിച്ച് പാലക്കാട്ട് റെയ്ഡ് നടത്തി. മുൻകൂട്ടി പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാതിരുന്ന GST ഉദ്യോഗസ്ഥർ വാർത്തയുടെ ജാള്യത മറക്കാനാണോ റെയ്ഡ് നടത്തിയത് എന്ന് GST ഉദ്യോഗസ്ഥരുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചർച്ചയായി. ഇതിന് പിന്നാലെയാണ് നിയമസഭയിൽ മന്ത്രി KN ബാലഗോപാലിൻ്റെ മറുപടി. 200 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയ ഓപ്പറേഷൻ പാംട്രി ഈ കഴിഞ്ഞ 2 മാസത്തിനകമാണ് സർ നടന്നത്. ഈ കേസിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിന് കുറേയേറെ കേസ് നടപടിക്രമം നടക്കുകയാണ് സർ. ആർഭാടമോ ധൂർത്തോ നടന്നില്ലെന്ന് മാത്രമല്ല, കൃത്യമായ രീതിയിലായിരുന്നു പരിശീലനമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചത്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.